പുതുക്കാട് മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. നാടിപ്പാറ ഇഞ്ചക്കുണ്ട് കോടാലി ഈ റോഡ് നേരത്തെ പറഞ്ഞ പോലെ 18.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് സാധാരണ നിലയിൽ നമ്മൾ ചെയ്തു വരാറുള്ളത് പാച്ച് വർക്ക് നടത്തുക, അതിൻ്റെ മുകളിൽ ഓവർലേ ചെയ്യുക. അത് BMBC അല്ലല്ലോ, സാധാരണ നിലയിലുള്ള ഒരു ഓവർലേ ചെയ്ത് പോകുക എന്നതായിരുന്നു. കേരളത്തിലെമ്പാടും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പൊതുമരാമത്ത് വകുപ്പ് കഴിയാവുന്നത്ര റോഡുകൾ മികച്ച റോഡുകളാക്കുക, BMBCയിൽ തന്നെ ഏറ്റവും മികച്ച റോഡുകളാക്കുക എന്ന പ്രത്യേകമായ ഇടപെടൽ നടത്തി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ റോഡിനെയും നമുക്ക് ആ നിലവാരത്തിൽ ഉയർത്തണം എന്ന കാഴ്ചപ്പാടിൻ്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ റോഡ് സാധാരണ നിലയിൽ ഓവർലേ ചെയ്ത്, ഇപ്പോൾ 1 കോടി രൂപ 1.5 കോടി രൂപ എടുത്ത് ഓവർലേ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞങ്ങൾ 2 റോഡ് ഇപ്പോൾ ഓവർലേ ചെയ്തു. അത് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന 2 റോഡുകളാണ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ ഓവുങ്ങൽ മുതലുള്ള വെള്ളിക്കുളങ്ങര വരെയുള്ള ആ റോഡ്, മറ്റതൊക്കെല്ലാം BMBC ആയി കഴിഞ്ഞു. അവിടെ നിന്നുള്ള റോഡ് കിഫ്ബിയുടെ ഫണ്ടാണ്, 10 മീറ്റർ വേണം എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കോടാലി റോഡ്, ഈ റോഡ് കുറച്ചു കാലമായി വേണ്ടത്ര മറ്റു റോഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുഗമമായ രീതിയിലല്ല കടന്നിരുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിനിടയായ കാര്യം, ഈ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് കിഫ്ബി വഴി നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഉണ്ടായ ചെറിയ കാലതാമസമാണ്. വേണമെങ്കിൽ ഈ റോഡ് പല ആവർത്തി നമുക്ക് മെയിൻ്റനൻസ് നടത്തിയൊക്കെ പോകാൻ കഴിഞ്ഞെങ്കിലും റോഡിന്റെ സമ്പൂർണമായ ഒരു കുറ്റമറ്റ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നമുക്ക് അവസരം വന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ബാബ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി അതിൻ്റെ ടെൻഡർ എടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 22.95 കോടിയുടെയും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രോജക്ട് ഡയറക്ടർ കിഫ്ബി ഈ പ്രവൃത്തി ദർഖാസ്ത് ക്ഷണിക്കുകയും, കിഫ്ബി അല്ല, പ്രോജക്ട് ഡയറക്ടർ KRFB ഈ പ്രവൃത്തിയുടെ ദർഖാസ്ത് ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ ദർഖാസ്ത് സമർപ്പിച്ച ബാബ്സ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ദർഖാസ്ത് ഉറപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 18 മാസമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്.